കട്ടപ്പനയിൽ നിന്നും തമിഴ്നാട് അതിർത്തി പ്രദേശമായ കമ്പത്തേക്ക് തുരങ്കപാത എന്ന പദ്ധതി യാഥാർത്ഥ്യമായാൽ വലിയ സാധ്യതകളാകും ഇടുക്കിയെ കാത്തിരിക്കുക. സംസ്ഥാന ബജറ്റിൽ പാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപയാണ് വകയിരുത്തിയത്. സർക്കാരിന്റെ അവസാന വർഷ ബജറ്റിലെ പഠന നീക്കിയിരുപ്പിനെ തള്ളുകയാണ് പ്രതിപക്ഷം. കട്ടപ്പനയെ ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ 20 കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇടുക്കിയുടെ മലയോര മേഖലയിലെ യാഥാർത്ഥ്യമായാൽ ഹൈറേഞ്ചിന്റെ ടൂറിസം മേഖലയ്ക്ക് പുറമെ ഇടുക്കിയുടെ സ്വത്തായ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള ചരക്ക് ഗതാഗത രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും. ഇരു സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാരികൾക്ക് പുറമെ ശബരിമല തീർത്ഥാടകർക്കും തുരങ്കപാത സഹായകമാകും. മൂന്നാർ, തേക്കടി, വാഗമൺ ടൂറിസം കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്കും പദ്ധതി മുതൽക്കൂട്ടാകും. കട്ടപ്പന, പാറക്കടവ്, കമ്പം ഒന്നാം വളവ് വരെ ഭൂഗർഭപാത നിർമ്മിച്ചാൽ 12 കിലോമീറ്റർ ദൂരമാണുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 490 മീറ്റർ ഉയരത്തിലാണ് കമ്പം ടൗൺ. കട്ടപ്പന നഗരം 870 മീറ്റർ ഉയരത്തിലും. വയനാട്ടിൽ നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ മാതൃകയിൽ കട്ടപ്പന കമ്പം പാത നിർമ്മിച്ചാൽ ഹൈറേഞ്ചിന്റെ വികസന സാധ്യതകൾക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. കട്ടപ്പന കമ്പം തുരങ്കപാത പദ്ധതിക്കായി കഴിഞ്ഞ 9 വർഷക്കാലത്തെ ബജറ്റിൽ നീക്കിവെപ്പില്ലാതെ അവസാന ബജറ്റിൽ സാധ്യതാ പഠനത്തിന് തുക വകയിരുത്തിയെന്നതാണ് പ്രതിപക്ഷ വിമർശനം. ന്യൂസ് മലയാളം, ഇടുക്കി.